ഹരീഷ് സർ ചെറുപ്പമാണ്, ബുദ്ധിശാലിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ആർക്കും പ്രവചിക്കാനാവില്ല. സുധാമണിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഒന്നിങ്ങ് വരുവാ. എന്താ കാര്യം? നല്ല സൂപ്പർ സൈക്കിളാണല്ലോ. സാധാരണ സൈക്കിളിന് 2 ചക്രല്ലേ ഉണ്ടാവാ, ഇതിന് കൊറേ ചക്രങ്ങളുണ്ടല്ലോ. ഇത് ഗിയറുള്ള സൈക്കിളാ. ഗിയറാ? സൈക്കിളിന് ഗിയർ ഉണ്ടെന്നാ? പിന്നെ ഇതിൽ 21 ഗിയറുണ്ട്. അത് കള്ളത്തരം. അങ്ങനെ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. സൈക്കിളിനെ പറ്റി എനിക്ക് നല്ല ധാരണയാ. ഞാൻ സൈക്കിൾ ചവിട്ടി തുടങ്ങിയ സമയത്ത് മോൻ ജനിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് സൈക്കിളിനെ പറ്റി എന്നോട് ഒന്നും പറയണ്ട. പക്ഷെ ഈ സൈക്കിൾ സ്പെഷ്യലാ. എന്റെ ഒപ്പം വന്ന കഥ ഞാൻ പറഞ്ഞുതരാം. ഹലോ ഹലോ ഹലോ, ഒന്ന് നിൽക്കുക. ഞാനൊരു നല്ല കാര്യത്തിന് പോവാ, പിൻവിളി വിളിക്കാതെ. അല്ല, മോനല്ലേ പറഞ്ഞേ പിന്നാലെ വന്ന സൈക്കിളിന്റെ കഥ പറഞ്ഞുതരാന്ന്? ഈ സൈക്കിൾ എന്ന് പറയുന്നത് സത്യത്തിൽ എന്റെ വീക്ക്നെസ്സാ. കാരണം ഞാൻ ഓർമ്മ വെച്ച കാലം മുതല് എന്റെ വീട്ടില് ഞാൻ കാണുന്ന വാഹനം സൈക്കിളാ. എന്റെ അച്ഛന്റെ രഥം. ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ അതിന്റെ മുന്നിലിരുത്തി വയലും വരമ്പും എല്ലാം കടന്ന് ഒരുപാട് ദൂരം പോവേനു. ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട് ഞാൻ കണ്ടതില്ലേ, എന്റെ അച്ഛന്റെ സൈക്കിളിന് മുമ്പിലിരുന്നാ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു സൈക്കിൾ വാങ്ങി അച്ഛന് കൊടുക്കേനു. മോൻ വന്ന സൈക്കിളിന് എത്രയാ പൈസയാവുക? ഒരു 2-2.5 ലക്ഷം. എന്റെ മുത്തപ്പ, 2.5 ലക്ഷം ഉറുപ്പ്യ ഒരു സാധാരണ സൈക്കിളിനാ? അല്ല, കുട്ടിക്കെന്നാ പണി? എന്താ? അല്ല, ഇത്രയും വലിയൊരു സൈക്കിളെല്ലാം മേടിക്കാൻ എന്നാ മോന് പണിന്ന്? പണിയൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും പഠിക്കുക. ഈ സ്കൂളിലാ? ഈ പ്രായത്തില്? അതെ. അപ്പോ ഇവിടുത്തെ ഹരികൃഷ്ണ സാർ ഇങ്ങക്ക് അനുകൂലമായിട്ടാ വോട്ട് ചെയ്ത്? വോട്ടോ? എന്ത് വോട്ട്? അല്ല, ഈ 17 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരെ ഈ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ വോട്ട് കിട്ടണം പോലും. വോട്ട്. ഓ, അതൊക്കെ ഇവിടുത്തെ വലിയ സാറന്മാര് ചുമ്മാ പറയുന്നതല്ലേ, പാവങ്ങളെ പറ്റിക്കാൻ. മുത്തപ്പാ, അതെയാ? ഇനിയിപ്പോ നിയമമൊക്കെ മാറിയോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഈ സ്കൂളിലെ ഹരികൃഷ്ണൻ സാറിനെ അറിയോ? എന്താ കാര്യം? അല്ല, പുള്ളി എങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയാൻ വേണ്ടിട്ടാ. ആളെ എനിക്കറിയാം. ആള് പാവാണോ അതോ ചൂടനോ? അയാളൊരു സാധാരണക്കാരനാ, പ്രത്യേകിച്ച് അയാളെ കുറിച്ച് ഒന്നും പറയാനില്ല. അയാൾ ഒരു അരവട്ടനാന്നാ ഞാൻ കേട്ട്. അയാള് വട്ടനും വിഡ്ഢിയൊന്നുമല്ല, ഭയങ്കര അഹങ്കാരിയാ. പണ്ടാരടങ്ങാനായിട്ട് ഇങ്ങനെയുള്ളവരെ എന്തിനാ ഇവിടെ അധ്യാപകരാക്കുന്നത്? പിന്നെ എങ്ങനെയുള്ളവരായിരിക്കണം അധ്യാപകര്? ഇഡ്ലിന്റെ കൂടെ സാമ്പാർ പോലെ, ചായയിലെ ചായപ്പൊടി പോലെ, കേസരിയിലെ നെയ്യ് പോലെ കുട്ടികളോടൊന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപകനെയാ സ്കൂളിന് വേണ്ടത്. കുട്ടികളെ ചീത്ത പറഞ്ഞും അടിച്ചും പേടിപ്പിക്കുന്നതിനും പകരം അവർക്ക് പ്രോത്സാഹനം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുന്നവരായിരിക്കണം അധ്യാപകർ. കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം ഒരു അധ്യാപകന് വേണ്ടത്. ശരി ശരി, സമ്മതിച്ചു. അല്ല, ഇപ്പൊ എന്തിനാ ഈ ഹരീഷ്ണ സാറിനെ അന്വേഷിക്കുന്നേ? എന്ത് പറയാനാ മോനെ, അയാളെ ഒരു വോട്ടിലാ എന്റെ ഭാവി തൂങ്ങിക്കിടക്കുന്നു. ഓ, അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ വോട്ടിന്റെ കാര്യം. അപ്പോ ഇവിടെ പഠിക്കാനുള്ള പരിപാടിയാണോ?
ആന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ സാഹചര്യങ്ങൾ എനിക്ക് തീരെ അനുകൂലില്ല. ആ എന്തായാലും നോക്കാം. അപ്പൊ ശരി. സുധാമണി എന്നല്ലേ പേര്? അതെ, നിങ്ങൾക്ക് എങ്ങനെ അറിയാ? കൊള്ളാം. സുധാമണി ഇപ്പൊ വൈറലല്ലേ, പിന്നെ അറിയാതിരിക്കോ? വൈറല ഞാനാ? ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഇവിടെയുള്ള രണ്ടുപേർക്ക് പരിചയമുള്ള ഒരു മുഖമല്ല ഇത്. നമ്മുടെ പുതിയ ബോർഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. മീറ്റ് മിസ്റ്റർ ഹരീഷ്. നമ്മുടെ ട്രസ്റ്റിയിലെ 6ാമത്തെ മെമ്പറാണ്. സേവ് ഗ്രീൻ എന്നൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. പ്രായമൊന്നും നോക്കണ്ട, ഈ ചെറുപ്രായത്തിനുള്ളിൽ കരസ്ഥമാക്കിയ ബിരുദങ്ങൾക്കും വാരിക്കൂട്ടിയ അംഗീകാരങ്ങൾക്കും കണക്കില്ല. ഹീസ് ബീൻ അസോസിയേറ്റിംഗ് വിത്ത് അവർ സ്കൂൾ ഫോർ ദ ലാസ്റ്റ് 5 years. സേവ് ഗ്രീനിന്റെ ഒരു വലിയ ക്യാമ്പയിനിലായിരുന്നു ഒരു മാസമായി ഹരി. സോ കം ടു ദ പോയിന്റ്. ക്യാമ്പയിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു വരേണ്ടി വന്ന കാര്യം ഹരിക്കറിയാലോ. സുധാമണിയുടെ അഡ്മിഷന്റെ കേസിൽ 2 വോട്ടുകൾ അവർക്ക് ഫേവറബിൾ ആയും 2 വോട്ടുകൾ അവർക്ക് എഗൻസ്റ്റ് ആയി വീണിട്ടുണ്ട്. സോ ഡിസൈഡിംഗ് വോട്ട് ഈസ് യുവേഴ്സ് ഹരി. ഈ പറഞ്ഞ സുധാമണിയെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. ഷീ ഈസ് ആൻ അമേസിംഗ് പേഴ്സണാലിറ്റി. അല്പസമയത്തിനുള്ളിൽ 1000 കാര്യങ്ങൾ ആരോടും പറയാനുള്ള അപൂർവമായ ഒരു കഴിവുണ്ട് അവർക്ക്. എന്തായാലും ആളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഹരികൃഷ്ണൻ സാർ ഏത് പക്ഷത്താണെന്ന് ഈസിയായിട്ട് തീരുമാനിക്കാമല്ലോ. മിസ്സസ് സുധാമണിക്ക് അഡ്മിഷൻ കൊടുക്കുന്ന കാര്യത്തിൽ സാറിന്റെ തീരുമാനം? തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാനും അത് തന്നെയാ പറഞ്ഞത്. സുധാമണിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഏയ്, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. പഠിക്കാൻ ശ്രമിക്കുന്ന ആ സ്ത്രീയുടെ അഡ്മിഷൻ തടയുന്നതാണ് തെറ്റ്. നല്ല പുളിയുള്ള മാങ്ങ പഴുക്കുമ്പോ നന്നായി മധുരിക്കില്ലേ? പുളിമാങ്ങയുടെ സ്വാദ് പോലും മാറുമെങ്കിൽ സുധാമണിയുടെ രീതികൾ എന്തുകൊണ്ട് മാറിക്കൂടാ? സി, ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും വിശ്വനാഥൻ സാറിന്റെ അമ്മ നട്ടതാണ്. ആ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫലം പോലും തനിക്കൊരിക്കലും കഴിക്കാൻ സാധിക്കില്ലെന്ന് ആ അമ്മയ്ക്ക് അറിയായിരുന്നു. എന്നിട്ടും അവർ ഈ മരങ്ങൾ നട്ടത് അടുത്ത തലമുറയ്ക്ക് ഇതിൽ നിന്നുള്ള മധുരഫലങ്ങൾ കഴിക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതേ ചിന്താഗതിയാണ് നമ്മളും വച്ചു പുലർത്തേണ്ടത്. വിശ്വനാഥൻ സാറിന് ഓർമ്മയുണ്ടോ, അന്ന് നൈറ്റ് സ്കൂൾ ആരംഭിക്കുമ്പോൾ തന്നെ അത് പരാജയമായിരിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. എന്നാൽ ജനങ്ങൾ അത് സ്വീകരിക്കുകയും ആ പദ്ധതി വിജയിക്കുകയും ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സുധാമണിയെ പോലെയുള്ള സ്ത്രീകൾക്ക് നൈറ്റ് സ്കൂളിന്റെ നിലവിലുള്ള ടൈമിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സോ വി നീഡ് എ സൊല്യൂഷൻ ഫോർ ദം. വിജ്ഞാന സമ്പാദനത്തിനായി പ്രായമോ സമയപരിധിയോ ഒരു മാനദണ്ഡമാകരുത്. ആർക്ക് എപ്പോ വേണമെങ്കിലും വിദ്യ ആർജിക്കാമെന്നുള്ള ഒരു അവസ്ഥ സംജാതമാകണം. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങളെ നമ്മൾ എങ്ങനെ മറികടക്കും? നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയല്ലേ സാർ? അത് അസൗകര്യമാണെന്ന് തോന്നിയാൽ തിരുത്തി എഴുതണം. ലോകം വളരുന്നതിനനുസരിച്ച് നിയമങ്ങളും കാലാനുസൃതമായി മാറേണ്ടതുണ്ട്. സുധാമണി ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്. അത് നമ്മുടെ സ്കൂളിന്റെ പോളിസീസിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുമെങ്കിൽ നമ്മൾ അതിനോട് എന്തിന് വിമുഖത കാണിക്കണം? ഈ ആവശ്യവുമായി നമ്മളെ സമീപിച്ച ആദ്യത്തെ ആൾ സുധാമണിയാണ്. എന്ത് വിപ്ലവവും ആദ്യം കൊണ്ടുവരുന്നവർ ചരിത്രത്തിൽ സ്ഥാനം നേടും. സുധാമണിക്ക് അതിനുള്ള അവസരം നൽകേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്റെ വോട്ട് സുധാമണിക്ക്.
എന്ത് പണിയാ സുധാമണി നിങ്ങൾ ഈ കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചു? സ്കൂളിന്റെ മുന്നിൽ വെച്ച് സൈക്കിളിൽ വന്നിറങ്ങുന്ന ഒരാളെ നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിനെ. നിങ്ങൾ അയാൾ ആ സൈക്കിളിന്റെ വിലയുടെ കാര്യം പറഞ്ഞ് കളിയാക്കിന്ന് കേട്ടു. ഓ, ഞാൻ അതിന്റെ വില ചോദിച്ചു എന്നുള്ള സത്യ. അയാള് പറഞ്ഞ വില എനക്കത്ര വിശ്വാസമായിട്ടുമില്ല. ഇല്ല സർ, ഞാൻ ഓരെ കളിയാക്കിയിട്ടൊന്നും ഇല്ലപ്പാ. പക്ഷെ അയാൾ അങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത്. അയാൾ ഓഫീസിൽ വന്ന് സുധാമണി അയാളെ കളിയാക്കി എന്നൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ആ കുട്ടിയോട് നന്നായിട്ട് തന്നെയാണല്ലോ സംസാരിച്ചേ. ഞാൻ അനാവശ്യമായിട്ട് അയാളോട് ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് ഓഫീസിൽ വന്നിട്ട് എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാനാ? എന്തെന്നല്ല അപ്പ കേൾക്കുന്നു. എന്ത് മനുഷ്യരായി ഇവരല്ലോ. പുറമെ കാണുന്ന പോലെയല്ല ആൾക്കാരെ ഉള്ളിലിരിപ്പ്. ആരെ വിശ്വസിക്കണം വിശ്വസിക്കണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വര. സുധാമണി, ആ സർ, ആ കംപ്ലൈന്റ് കാരണം സുധാമണിയുടെ അഡ്മിഷൻ ഹരികൃഷ്ണൻ സാറിന്റെ വോട്ടോടുകൂടി ട്രസ്റ്റ് അംഗീകരിച്ചു. എനിക്ക് അഡ്മിഷൻ കിട്ടി മാധവമ്മേ. ഗണേശ, അൻസാരി വക്കീല്, എനിക്ക് അഡ്മിഷൻ കിട്ടി. നന്ദി പുരുഷോത്തമൻ സാർ, 1 കോടി നന്ദി. അച്ഛാ, ഞാനൊരു പുതിയ യാത്ര തുടങ്ങുക. അനുഗ്രഹിക്കണെന്നെ. അമ്മ കരയുന്നു. ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. അമ്മയ്ക്ക് അഡ്മിഷൻ കിട്ടിയില്ല. താനിവിടെ എന്ത് ചെയ്യാ? PT ക്ലാസ് തുടങ്ങാൻ സമയമായിട്ടോ. വൈകി ചെന്നാ സാർ ഗ്രൗണ്ടിന് ചുറ്റുവിട്ട് ഓടിക്കേ. അമ്മയുടെ വിഷമം കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. പക്ഷേ ഞാൻ എൻ്റെ കാര്യം കൂടി ചിന്തിക്കണ്ടേ? നമ്മൾ രണ്ടാളും ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാൽ അതൊരിക്കലും ശരിയാവില്ല അമ്മേ. അമ്മ തെറ്റായ ഒരു തീരുമാനം എടുത്താൽ എനിക്ക് എന്താ ചെയ്യാനാവുക? കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ മനസ്സൊന്ന് ശാന്തമാവും. അതിനുശേഷം സമാധാനമായിട്ടൊന്ന് ചിന്തിച്ചാൽ എൻ്റെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവും. ഈ 10th ഡി എവിടെയാ? ശരിയാ? ശരി. അയ്യോ, അപ്പൊ അമ്മ എന്റെ ക്ലാസ്സിൽ തന്നെയാ ഉറപ്പായി. എന്നാൽ ഈ ഡിവിഷൻ തന്നെ തെരഞ്ഞെടുത്ത് എന്തിനാണാവോ? ഗുരുത്വാകർഷണത്തെ കുറിച്ച് ആരാണ് പറയുക? സുധാമണി പറയൂ.
കം ഇൻ സർ. ഞാൻ തടഞ്ഞതാ സാർ. അത് കാര്യമാക്കാതെ ഈ കുട്ടി ഇങ്ങോട്ട് വന്നത്. സാരമില്ല, താൻ വയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി സാർ. യെസ്, മീനാക്ഷി കൃഷ്ണമൂർത്തി. വാട്ട് കാൻ ഐ ഡു ഫോർ യു? സർ, ഐ നീഡ് ആൻ എക്സ്പ്ലനേഷൻ ഫ്രം യു. ഞാൻ സാറിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ സാർ ഇപ്പൊ ചെയ്തത് ഒരു വലിയ തെറ്റായിപ്പോയി. ഈ ആമുഖമൊന്നും ആവശ്യമില്ല. താൻ കാര്യത്തിലേക്ക് വരൂ കുട്ടി. വാട്ട്സ് യുവർ പ്രോബ്ലം? സാർ എന്ത് അടിസ്ഥാനത്തിലാണ് എന്റെ അമ്മയ്ക്ക് ഇവിടെ അഡ്മിഷൻ നൽകിയത്? എന്റെ അമ്മയെ കുറിച്ച് സാറിന് എന്തറിയാം? കണ്ണൂരിലെ ഒരു കുഗ്രാമത്തിൽ ഒരു മലയാള സ്കൂളിൽ പഠിച്ച ആളാ എന്റെ അമ്മ. അവർക്ക് ഇംഗ്ലീഷിന്റെ ABCD പോലും അറിയില്ല. അവർക്ക് എങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഡ്മിഷൻ കൊടുക്കും? അത് എന്റെ ക്ലാസ്സിൽ. ഈ സ്കൂളിന് അതിന്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ? അതോ അമ്മയും മോളെ ഒരേ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കാന്ന് സ്കൂളിന്റെ ബൈലോയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സ്വന്തം അമ്മയുടെ കൂടെ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കേണ്ട ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ കുറിച്ച് സാർ ചിന്തിച്ചിട്ടുണ്ടോ? കാം ഡൗൺ മീനാക്ഷി, കാം ഡൗൺ. നോ സർ, ഐ കാൺട്ട്. ഒരു തരത്തിൽ എനിക്കിത് അംഗീകരിക്കാനാവില്ല. മീനാക്ഷി, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. ഈ സ്കൂളിന്റെ ഒരു ട്രസ്റ്റ്യൂഡാണ് നീ സംസാരിക്കണമെന്ന് ഓർമ്മയാണ്. അത് അറിഞ്ഞോട് തന്നെയാണ് സാർ ഞാൻ ഈ സംസാരിക്കുന്നത്. ആ അധികാരം ഉപയോഗിച്ച് ആരെ എന്തും ചെയ്യാന്ന് സാറ് കരുതണ്ട. ഞാൻ ഇതിന് സമ്മതിക്കില്ല. മീനാക്ഷി, ഇല്ല, ഞാൻ ഇനി സ്കൂളിലേക്ക് ഇല്ല. ഞാൻ ഇനി ഇവിടേക്ക് ഇല്ല. മീനാക്ഷി, നിനക്കെന്ത് പറ്റി? നീ സ്വപ്നം കാണുവാണോ? എനിക്കിവിടെ ശരിയാവില്ല. എനിക്ക് ആരെയും കാണണ്ട. ഞാൻ തോറ്റാ എല്ലാവർക്കും ജയിക്കാലോ. നീ എന്താ ഈ തനി ഇരുന്ന് സംസാരിക്കുന്നേ? വെറുതെ വേണ്ടാത്ത ഓരോന്ന് ആലോചിച്ചു കൂട്ടി മറ്റുള്ളവരുടെ മനസ്സമാധാനം കൂടെ ഇല്ലാതാക്കും. നീ ബെല്ലടിച്ചു, ക്ലാസ്സിലേക്ക് പോവാ. ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ എങ്ങോട്ടും ഇല്ല. നീ പൊക്കോ. ഇന്ന് ഫിസിക്സിന്റെ മോക്ക് ടെസ്റ്റ് ഉള്ളതാ. നീ അറ്റൻഡ് ചെയ്യുന്നില്ലേ? എനിക്കെന്തോ അത്ര സുഖമില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ. മഹേഷ് സാർ ക്ലാസ്സിലെത്തിയിട്ടുണ്ടോ? ദൈവമേ, പുറത്താക്കാതിരുന്ന മതിയായിരുന്നു. എന്താ മീനു നീ കാണിക്കുന്നത്? പഠിക്കുന്ന പുസ്തകങ്ങളാണോ നീ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത്? ഞാൻ നിർത്തി പഠിത്താം. ഇങ്ങനെ അപ്സെറ്റ് ആവാൻ എന്താ കാരണം? നിനക്കെന്താ വട്ടായോ? കാര്യങ്ങൾ ഇങ്ങനെ പോയാ എനിക്ക് വട്ട് പിടിക്കും. അമ്മയ്ക്ക് 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടി. എന്റെ സ്കൂളില്, എന്റെ ക്ലാസ്സില്. മീനാക്ഷി റോൾ നമ്പർ 90, സുധാമണി റോൾ നമ്പർ 29. തൃപ്തിയായാലും എല്ലാവർക്കും. ഞാനും അമ്മയും ഒരേ ക്ലാസ്സില്. എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ എന്തിനാ എന്നെ നാണം കെടുത്താൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്? ഇത്രയും കാലം പിള്ളേർ എന്നെ കളിയാക്കുന്ന മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനി എന്നെ അമ്മയും കൂടെ ചേർത്ത് കളിയാക്കാൻ തുടങ്ങും. എനിക്കത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. സ്കൂളുകാരെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു അല്ലേ വലിയേട്ടാ? കൊച്ചേട്ടൻ ഇങ്ങനെ അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് നടന്നാ മതിയല്ലോ. അല്ലെങ്കിൽ എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ പണ്ടേ ഇവിടെ ആരും ഇല്ലല്ലോ. നീ വിഷമിക്കാതെ. അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇനി അങ്ങനെ ഒരു അഡ്മിഷൻ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മ അധികകാലം അവിടെ തുടരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു ക്ലാസ് റൂമിലെ ബെഞ്ചിൽ നമ്മുടെ അമ്മ അടങ്ങിയിരിക്കാനോ എത്ര സമയം? അത് നേരാ. അതിനുള്ള ക്ഷമയൊന്നും നമ്മുടെ അമ്മയ്ക്ക് എന്തായാലും ഇല്ല. വിത്തിൻ നോ ടൈം അമ്മയ്ക്ക് ഇത് മതിയാവും. നോക്കിക്കോ. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. മീനു, മീനു